ഇത് കേബിൾ മീൻ, അതായത് സൂതമീൻ. ഇന്ന് കുറച്ചധികം കിട്ടിയതുകൊണ്ട് കുറച്ചധികം അച്ചാറാക്കാൻ വെച്ചു. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് മസാല വരയ്ക്കലാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ കലക്കി വെച്ചു കുറച്ചിട്ട് ഇപ്പോൾ അതെടുത്ത് നമ്മൾ എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്യും. നമ്മൾ ശാലോ ഫ്രൈ ചെയ്താൽ കുറച്ച് നാളെ നിൽക്കുള്ളൂ, കേടാവും പെട്ടെന്ന്. അതുകൊണ്ട് അതെങ്ങനെയാണ് കാണിച്ച് എണ്ണയിൽ ഇങ്ങനെ മുക്കി പൊരിക്കണം. നമുക്ക് അച്ചാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് ഫ്രൈ ചെയ്ത് വെച്ച മീൻ, അതായത് കേബിൾ, ചൂര, അങ്ങനെയൊക്കെ അതിൻ്റെ പേര്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, പിന്നെ കുടംപുളി നേരത്തെ ദിവസം വെള്ളമെല്ലാം ഒഴിച്ച് കുതിർത്ത് വെച്ചതാണ്. പിന്നെ കറിവേപ്പില ആവശ്യത്തിന്, പിന്നെ അച്ചാർ പൊടി, നല്ലെണ്ണ, അല്പം മുളക് പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഈ മീൻ ഫ്രൈ ചെയ്യുമ്പം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും അതിൻ്റെ മസാലക്കുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ അച്ചാർ തയ്യാറാക്കുമ്പോഴേന്ന് നല്ലെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും വെള്ളമൊക്കെ വെച്ച് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കും. ഗ്യാസ് ഓഫാക്കിയിട്ട് ഇടുന്നത് എന്തെന്ന് വെച്ചാൽ ഈ അച്ചാറിൻ്റെ നിറം വേറെ ബ്രൗൺ കളർ പോലെയാവും, അല്ലെങ്കിൽ തിളപ്പിക്കുമ്പോൾ. ആവശ്യത്തിന് അച്ചാർ പൊടി ഇട്ടതിന് ശേഷം നല്ലതായിട്ട് നമുക്ക് ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം. രണ്ട് മൂന്ന് കഷ്ണം പുളി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഗ്യാസ് ഓണാക്കിയിട്ട് തിളപ്പിക്കാം. നമ്മൾ വറുത്ത് വെച്ച മീൻ മസാലയിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ചേർത്ത്. അതുകൊണ്ട് വീഡിയോ ഫുള്ളാക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ മീൻ അച്ചാർ.